ഹായ്, വില്ലേജ് സ്പൈസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവിന് വിപരീതമായിട്ട് ഇന്ന് ഞാനാണ് ഇൻട്രോ പറയുന്നത്. ഞാൻ അച്ഛൻ്റെ മകനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തിയുടെ ഈ കുക്കിംഗ് കരിയറിൽ 30 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 30 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല, അതൊരു വലിയ കാലയളവാണ്. അപ്പോൾ 30 വർഷത്തെ അത്തിയുടെ ഈ ഒരു കുക്കിംഗ് ജേർണിയിൽ ഈ സമയത്ത് തന്നെ അത്തിക്ക് ഒരു അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും അത് കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അമൃത TV-യുടെ ബെസ്റ്റ് കുക്കിനുള്ള അവാർഡ് അത്തിക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് ഒരു കയ്യടി അറിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും ഒരുപാട് പേര് കമൻസിൽ കൂടെ ഒക്കെ നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് അത്തിയായിട്ട് കുറച്ച് നേരം ഇന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, അതായത് ചാനലിൽ സംസാരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അത്തിനെ കൊണ്ട് ചോദിപ്പിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? ഒരു പക്ഷേ അപ്പനെ മകൻ ഇൻ്റർവ്യൂ ചെയ്യും. അതെ, എന്നൊക്കെയാണ് പറയാൻ വരുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്കറിയാത്ത കാര്യങ്ങൾ എന്തായാലും ശരി ചുരുക്കി പറയാം. ഓക്കെ, ആദ്യമായിട്ട് അത്തി എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ ചാനലിൻ്റെ അകത്ത് ഈ വീഡിയോ വന്നല്ലോ, അമൃത TV-യായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ വന്നപ്പോഴത്തേക്കിനും ഒരുപാട് പേര് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അത്തിക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? ആദ്യമേ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്നറിയോ, ക്രിസ്മസ് അല്ലേ, ലോകം മുഴുവൻ അടിച്ച് പൊളിക്കുക. ക്രിസ്മസ് അല്ലേ, പാചകം ഉടമ്പടിയായി. ഐറ്റമൊക്കെ മേടിച്ചോ, എല്ലാ ഐറ്റം മേടിച്ചിട്ടുണ്ടല്ലോ അല്ലേ. വിഭവസമൃദ്ധമായ ഒരു ഐറ്റങ്ങളായിരിക്കും ക്രിസ്മസിന് എല്ലാ വീടുകളും വിളമ്പുന്നത് അല്ലേ. പ്രത്യേകിച്ച് ഇറച്ചി, മീനോ ഓർക്കാനൊക്കെ നമ്മൾ കുറേയൊക്കെ നമ്മുടെ ചാനലിൻ്റെ അകത്തൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് പനിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് ഫുഡൊന്നും ചെയ്തില്ല. അപ്പോൾ റെസ്റ്റ് എടുക്കുകയായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. കൊച്ചു കുട്ടികൾ വരെ കേട്ടോ, കാര്യം നമ്മുടെ ചാനലിൻ്റെ അകത്ത് കുഞ്ഞു കുട്ടികളൊക്കെ ഒത്തിരി പേര് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അമൃത TV-യുടെ അവാർഡ് ബെസ്റ്റ് കുക്കിനുള്ള അവാർഡ് അത്തിക്ക് കിട്ടി. അപ്പോൾ ഒരുപാട് പേര് അതിനകത്ത് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കമൻസ് ഒക്കെ വായിച്ചല്ലോ. അപ്പോൾ അത്തിക്ക് എന്താണ് അതിൽ നിന്ന് തോന്നിയത്, അത് പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്തു. ഒക്കെ ഞാൻ കണ്ടു കേട്ടോ, കാണാതെ പോയിട്ട് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. കഴിവതും എല്ലാവർക്കും ഞാൻ ഇതിൻ്റെ അകത്ത് ആ ഒരു ഇതാണ് ആദ്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നപ്പോഴത്തേക്ക് സത്യത്തിൽ ഞെട്ടിപ്പോയെന്നുള്ളതാണ് സത്യം. ഇത്രയും പേര് നമുക്കൊരു സപ്പോർട്ട് ചെയ്ത് ഒരു വലിയ കാര്യമില്ല. അപ്പോൾ അത്തി 30 വർഷമായി അത്തി ഈ ഫുഡ് ഫീൽഡിൽ ഉണ്ടായിട്ട്, അതായത് കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ട്. അപ്പോൾ 30 വർഷത്തിന് മുന്നേ, അതായത് ഇപ്പോഴത്തെ പിള്ളേർ, അതായത് ഞങ്ങളെപ്പോലുള്ള പിള്ളേരൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബും മറ്റ് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. അന്ന് യൂട്യൂബോ അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ റെസിപ്പികളോ അങ്ങനെ ഒന്നുമില്ല. അത്തി എങ്ങനെയാണ് ഇത്രത്തോളം ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്? അത് ഒരു ഭയങ്കര അനുഭവങ്ങളുണ്ട്. അതെ, കാര്യം അങ്ങനെ അനുഭവങ്ങളും ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനൊരു ഫീൽഡിൽ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ, ചെയ്യാനും പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം പെട്ടെന്ന് പഠിച്ചതൊന്നുമല്ല. അപ്പം എന്നെക്കാട്ടിൽ തലമുതിർന്ന ആൾക്കാർ ഇതിൻ്റെ ഫീൽഡിൽ വലിയ ആശന്മാരായിട്ടുണ്ട്. അവരുടെ കൂടെ നിന്നാണ് നമ്മൾ ഓരോ ചെറിയ ചെറിയ ചെറിയായിട്ട് പണികൾ പഠിച്ച്. അപ്പം കുറേ നാൾ ഇതിൻ്റെ പിന്നിൽ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്തു. അതവിടെ കഷ്ടപ്പെട്ടാൽ മാത്രമേ അത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതെ, അത്തിക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിമിഷം ഏതാ? അതായത് കട്ട് ചെയ്യുമ്പോഴാണോ, ക്ലീൻ ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴാണോ, അതോ ആൾക്കാർക്ക് ഈ ഭക്ഷണം വിളമ്പുമ്പോഴാണോ? എപ്പോഴാണ് അത്തി ഏറ്റവും കൂടുതൽ ഭയങ്കര സന്തോഷം അനുഭവിക്കുന്നത് ഈ ഫുഡിനകത്ത്? ഈ പറഞ്ഞതിൻ്റെ അകത്ത് എല്ലാം നല്ല സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുഡ് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ചെയ്യുന്ന ആ തൊഴിൽ ഒന്നേന്ന് തുടങ്ങുന്ന തൊഴിൽ നമ്മൾ വിളമ്പി കൊടുത്ത ആൾക്കാർ നല്ലത് പറയുന്നതിനും വരെ സന്തോഷത്തോടെ തന്നെ നിൽക്കണം. എല്ലാ പ്രക്രിയ അത്തി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, ഹാപ്പി ആയിട്ട് തന്നെയാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം അത്തി പറഞ്ഞു ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അത്തിക്ക് ഭയങ്കര എൻജോയ് ചെയ്താണ്, ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള സന്ദർഭങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഉണ്ട്. അത് ഒരുപാട്
സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ. അതായത് ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഉണ്ണി അത് പാചകപ്പര എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പാചകപ്പര ഉണ്ണി കാണത്തില്ല. ചിലപ്പോൾ മഴയായിരിക്കും. പിന്നെ ചില പാചകപ്പര എന്ന് പറയുമ്പം ഇപ്പോഴത്തെ രീതിയിലുള്ള മോഡേൺ കിച്ചണൊന്നുമല്ല. ചില ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൻ്റെ പുറവശത്തായ്പൊക്കെ ആയിട്ടായിരിക്കും. ചിലപ്പോൾ ഈ തകര ഷീറ്റില്ലേ അതൊക്കെ ആയിരിക്കും. അതൊക്കെ ഈ മഴ പെയ്ത് കഴിയുമ്പോൾ നനയും. നനഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം കേറ്ററിംഗുകാരുടെ വർക്കാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ വിറകൊക്കെ ആയിട്ട് നല്ല നല്ല ഉണങ്ങിയ വിറയായിരിക്കും കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവരുമ്പോൾ മഴ വരുമ്പോൾ ഇതെല്ലാം നനയും. നനയപ്പോഴത്തേക്കും അത് ഈ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് വിറ കത്താതെ വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാര്യം അങ്ങനെ ആകുമ്പോൾ ഈ പുകയെല്ലാം കൂടെ നമ്മൾ ശ്വസിച്ച് എനിക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ നെഞ്ചിനൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു തീ കത്താതെ വരുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം അതിനനുസരിച്ച് സമയം പൊക്കോണ്ടിരിക്കും. കാര്യം ഇത് കുക്ക് ചെയ്യേണ്ടി. കാര്യം കൃത്യസമയത്ത് കൊടുക്കണ ആൾക്കാർ ഇന്നത്തെ പോലെ മറ്റ് ഗ്യാസ് അടുപ്പാനൊന്നും അല്ലല്ലോ. മനസ്സിലായി? എല്ലാം വിറകടുപ്പാൽ തന്നെയാണ് ചെയ്യുന്നത്. അതിനോടനുബന്ധിച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പം ഈ നനഞ്ഞ വിറകാണെങ്കിൽ അത്തി എങ്ങനെയായിരിക്കും കത്തിക്കുന്നത്? കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ നേരെ ഗ്യാസിലോട്ട് ഇല്ല, ലൈറ്റർ കത്തിക്കുക ചെയ്യുക എന്നുള്ളത്. അപ്പം ഇത്രയും പേരുടെ 10,000-2000 പേരുടെ പരിപാടിക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും ഈ വിറക് ഇങ്ങനെ നനഞ്ഞിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ചില സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഇത് കത്തുകലം നനഞ്ഞത് എങ്ങനെ കത്തും? അതാ ചോദിക്കുന്നത്. പിന്നെ ചിലപ്പോൾ പാതിരാത്രിക്കായിരിക്കും വേറെ എവിടെയെങ്കിലും പോയി കുറേ വിറക് കൊണ്ടുവന്നിട്ട് കാര്യം ഇത് പറഞ്ഞ സമയത്ത് ചെയ്തു കൊടുക്കണം. കാര്യം വലിയ പരിപാടിയൊക്കെ ആയിരിക്കും. അങ്ങനെ പലയിടത്തും ഒരു സംഭവിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യം. ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും, ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, ശ്വാസമുട്ടലൊക്കെ ഉണ്ടാകും. കാര്യം നനഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പുക കൂടുതലാണ്, തീ കത്തത്തില്ല. ഇത് ഇങ്ങനെ എല്ലാം ഇട്ട് വീശി വീഴുമ്പോൾ ആ പുകയെല്ലാം നമ്മൾ വലിച്ചു കയറ്റി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ഈ ഒരു പാചകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കഴിവതും ഈ പരിപാടിക്കൊക്കെ വിറക് മേടിക്കുമ്പോഴത്തേക്ക് നനയാതെ അല്ലേ എല്ലാവരും. അല്ല, ഇന്നത്തെ പോലെ മോഡേൺ കിച്ചൺ പലയിടത്തും ഇല്ല ശരിക്കും. ഞാൻ ഒരിക്കൽ ഉണ്ടല്ലോ, ഒന്ന് ഇന്ററപ്റ്റ് ചെയ്ത് പറഞ്ഞോട്ടെ. ഞാൻ ഒരിക്കൽ അത്തിയുടെ കൂടെ ഒരു പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഈ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസ്ഡ് ആയിരുന്നു. അതായത് പുക പോലും പുറത്തോട്ട് പോകാത്ത രീതിയിലുള്ള ഒരു കിച്ചൺ ആയിരുന്നു പാചകം. അത് എടുത്തുവായില്ല അത്തി ഒത്തിരി പണി ചെയ്തുകൊണ്ട് അത്തിക്ക് ഓർമ്മയില്ലായിരിക്കും. എനിക്കത് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. എടുത്തുവായില്ല. അപ്പോൾ അവിടെ പാചകപ്പുര ഭയങ്കര ക്ലോസ്ഡ് ആയിരുന്നു. അത് വെന്റിലേഷൻ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്ന കാരണം ഇത് ഈ പുകയുണ്ടല്ലോ, ഈ പുക ഇതിനകത്ത് അങ്ങ് നിൽക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് അത്തിനെ നോക്കിയപ്പോഴത്തേക്കും ഈ സിനിമയ്ക്കകത്തുനിന്ന് നായകന്മാരിങ്ങനെ പുകയ്ക്കകത്തുനിന്ന് ഇറങ്ങി വരത്തില്ല, അതുപോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, യക്ഷിയൊക്കെ വരുന്ന പോലെ. അപ്പോഴത്തേക്കിന് അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുക ശ്വസിക്കുക അല്ലെങ്കിൽ ഈ ചൂടത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒന്നെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അല്ലേ കാര്യമാണ്. ഭയങ്കര നല്ല കഠിനാധ്വാനമാണ് ജോലിക്ക്. കാര്യം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചു. സന്തോഷം. മോൻ വന്നപ്പോൾ മോനത് മനസ്സിലായത്. ഇത് മാത്രം അതേപോലെ എത്രയോ സ്ഥലത്ത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ടീമിലുള്ളവരും അതേപോലെ ഈ ബിരിയാണി വെപ്പുകാരുടെ പലരും എന്നെ പോലെ പല സ്ഥലത്തും ജോലി ചെയ്ത ആൾക്കാർക്കൊക്കെ ഇതേ അനുഭവമുണ്ട്. അതെ. അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 30 വർഷമായി കുക്ക് ചെയ്യുന്നു. അപ്പം എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് ഒരു മടുപ്പുണ്ടാവും അല്ലേ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വർഷം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇനി ചെയ്യണോ എന്തിനാ എന്നുള്ളൊരു മടുപ്പുണ്ടാകും. പക്ഷെ അത്തിക്ക് അത്തി എപ്പോഴും വീണ്ടും പുതിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് പരീക്ഷിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ഇത് അത്തിക്ക് എന്താണ് നൽകുന്നത്? ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ അതോ മടുത്തോ ഭക്ഷണം ഉണ്ടാക്കുന്നത്? ഇല്ല, അങ്ങനെ ഒരു മടുപ്പും. കാര്യം എല്ലാവർക്കും വിശപ്പുണ്ടാവുള്ള പക്ഷേ മടുത്തൊന്നും പറഞ്ഞിരുന്നാൽ വിശപ്പ് മാറും. എന്തെങ്കിലും ഉണ്ടാക്കി അടിക്കണ്ടേ? അപ്പൊ ഭക്ഷണത്തിന് തീർച്ചയായിട്ടും മടുപ്പുണ്ടാകത്തില്ല. കാര്യം എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഡെയിലി രാവിലെ വെളുപ്പാങ്കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിലും ഹോട്ടലുകളിലും അല്ലേ കാറ്ററിങ്ങിലും ഒക്കെ വർക്ക് ചെയ്യുന്നു. അപ്പം മടുത്തിട്ടൊന്നും അല്ല, ആസ്വദിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതെങ്ങനെയും പെട്ടെന്ന് തീർക്കണം, വീട്ടിൽ പോകണം, അങ്ങനെ ക്ഷീണിതനാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എല്ലാ ജോലിക്കും ഉണ്ടല്ലോ. അപ്പൊ അതിക്ക് ഇപ്പൊ പുതിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകാറുണ്ടോ? പിന്നെ പുതിയൊരു ഒരു ഐറ്റം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതൊരു തീർച്ചയായിട്ടും ഒരു സന്തോഷമുണ്ട്. കാര്യം എന്താണെന്നറിയാം, അതിന്റെ റിസൾട്ട് എങ്ങനെയാ വരുന്നത് മനസ്സിലായി.
അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും എല്ലാവരും ചെയ്യുന്ന ഏറ്റവും നല്ലതായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് എല്ലാവരും ചെയ്യുന്നത്. അതെ. പക്ഷേ വേറെ ഒരു കാര്യമുണ്ട്. എന്നാ ഇത് കഴിച്ചു നോക്കണം. ലാസ്റ്റ് ഫൈനൽ വരുന്നതാണ്. കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ ഈ സാധനം ഓക്കെ ആക്കും, അല്ലെങ്കിൽ പൂരക്കളയെന്ന് പറയുന്നുണ്ട്. അതെ, പപ്പടത്തിന് വരെ വഴക്കുണ്ടാകുന്ന നിസ്സാര കാര്യം മതി. അതെ അതെ അതെ. ചോറ് വിളമ്പി കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം കൊടുത്തില്ലെങ്കിൽ വെള്ളം തന്നെ തരാൻ അത് മതി. അതെ. അതേപോലെ അച്ചാറുള്ള അതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അത്തി, അത്തിയുടെ ഭക്ഷണം പലരും ഇങ്ങനെ പ്ലേറ്റ് വടിച്ച് നക്കി കഴിക്കുന്ന, അത് ഭയങ്കര രസമല്ലേ അത്? അങ്ങനെ കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ കാലി പ്ലേറ്റ് കാണുമ്പോഴത്തേക്കും അത്തിക്ക് എന്താ തോന്നുന്നത്? അത് എന്നാന്നറിയോ, അങ്ങനെ ചില ടീമുകളുണ്ട്. അത് പക്ഷേ നമുക്ക് പല സ്ഥലത്തും ജോലിക്ക് പോകുമ്പോഴത്തേക്കും പല ആൾക്കാർ അവർക്കും നമുക്ക് അവരെ ഒന്നും പരിചയമില്ല. പക്ഷെ അവർ ഇങ്ങനെ അടുക്കള പാചകപ്പരയിലോട്ട് തന്നെ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഈ ബിരിയാണിയൊക്കെ പൊട്ടിക്കും. പിന്നെ അത് പൊട്ടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണം, മനസ്സിലായി? പരിസരം മൊത്തം ആ ഒരു അതിലേക്കൂടെ ഇവിടെ എവിടെയോ ബിരിയാണി വെച്ചിട്ടുണ്ട്, മനസ്സിലായി? അപ്പം ആ ഒരു മണവും അതിൻ്റെ ഒരു കൊതിപ്പിക്കുന്ന ടേസ്റ്റിലുള്ള ഒരു മണമാണ്. അപ്പം ഇങ്ങനെ ചില ആൾക്കാർ വരും, വന്നിട്ട് അടുക്കളയിൽ പാചകപ്പര വന്നിട്ട് ഇങ്ങനെ കസേര ഇട്ടിട്ട് പ്ലേറ്റിട്ട് ചേട്ടാ ഇച്ചിരി എടുത്ത്, അപ്പം നമ്മൾ റൈസ് കട്ടിച്ച് ചോറ് ചെമ്പിൻ്റെ ചോറ് എടുത്ത് പ്ലേറ്റിലോട്ടിട്ട് അതിങ്ങനെ വാടിച്ച് അവർ പറയുന്നത് അവിടെ ആ ഗ്യാസിക്കകത്ത് ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നതിന് ടേസ്റ്റ് ഇവിടെ വന്നിരുന്ന് പാചകക്കാരൻ്റെ കൂടെ കഴിക്കുമ്പോഴത്തേക്കല്ലേ അങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന ആൾക്കാരും. അപ്പോൾ പല രീതിയിലുള്ള അത് കാണുമ്പോഴത്തേക്കിന് അധികം എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷം. അവർ നല്ലത് പറയുമ്പോഴത്തേക്കുണ്ട് ആ ടീം വർക്ക്, ഒരു ടീം വർക്കായി. അതെ അതെ, ശരി. ഒരാൾ മാത്രം വിചാരിച്ച എല്ലാവരും ഒരുപോലെ ഹാർഡ് വർക്ക് നല്ലപോലെ കഷ്ടപ്പെട്ട് മാത്രമേ ഇത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. കഴിച്ചവർ നല്ലത് പറയുമ്പോൾ സത്യത്തിൽ ഒരു ബമ്പർ അടിച്ച പോലെ. അതുപോലെ തന്നെ അത്തി ഇങ്ങനെ പറഞ്ഞല്ലോ നല്ലത് പറയുമ്പോഴത്തേക്കിന് അത്തിക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് തോന്നിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കമന്റ് എന്തായിരിക്കും? യൂട്യൂബിലോ അല്ലെങ്കിൽ പുറത്ത് ഫുഡ് ഉണ്ടാക്കാൻ പോയപ്പോഴോ എന്താണെങ്കിലും എന്തായിരിക്കും എപ്പോഴും ഓർത്തിരിക്കുന്നത്? അങ്ങനെ ഒരുപാട് എടുത്തൊന്നും ഒരു സ്ഥലമായിട്ട് എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വർഷം ഈ ജോലിക്ക് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് അങ്ങനല്ല. എനിക്ക് ഒരുമാതിരിപ്പെട്ട സ്ഥലത്തുനിന്ന് എല്ലാവരും വർക്ക് കഴിഞ്ഞ് പോയതിന് ശേഷം, വർക്കെല്ലാം കഴിഞ്ഞു, ചെറുക്കനും പെണ്ണിൻ്റെയും അല്ലെങ്കിൽ കയറി താമസം, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻ ഉണ്ടല്ലോ കേരളത്തിൽ. ഫംഗ്ഷൻ കുറവുണ്ട്, എല്ലാവരും ഇഷ്ടംപോലെ എന്തായാലും ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പം ബിരിയാണി വെക്കുന്നതും വൈറ്റ് റൈസും ഡിന്നറും ഒക്കെ വെക്കുന്നത് ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പം ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞ് അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ പറയും, പാചകപ്പരയിലോട്ട് വരാത്ത ചില ആൾക്കാരുണ്ട്, കോട്ടും ടൈം ഒക്കെ ഇട്ട്. ഞാൻ പറഞ്ഞില്ല, പല ആൾക്കാർ അവർ ചെന്ന് ചോദിച്ചിട്ടുണ്ട് ആരാ ബിരിയാണിയൊക്കെ വെച്ച് ആണല്ലേ അങ്ങനെ ചോദിച്ചത് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങളുടെ ടീമിലുള്ളവരും പലരും പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളി അവിടെ നിന്ന് ചോദിച്ചു. അപ്പം പറയാം ഇത് നമുക്കറിയാവുന്ന മാറ്റി. അപ്പം ആ ഒരു കെയർ ഓഫിൽ നമുക്ക് വർക്ക് കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട്. ചിലർ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ശരിയാ. ചിലത് നല്ല സാധനമായിരുന്നു കേട്ടോ, ഇതും കാണണം, ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം ഞങ്ങൾ പലർക്കും വർക്ക് ചെയ്തിട്ട് നിങ്ങളെ വർക്ക് നല്ലതാണ്, അങ്ങനെയൊക്കെ പലരും പറഞ്ഞ് കെട്ടിപ്പിടിച്ചവരുണ്ട്. ആണല്ലേ? അങ്ങനെ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? എൻ്റെ ഒരു ജീവിതത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരായാലും ശരി, ഞങ്ങൾക്ക് ആർക്കും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ഇല്ല, എല്ലാവരും നല്ലതാണ് പറഞ്ഞേക്കാം. അത് തന്നെ മഹാഭാഗ്യം. അതെ. അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതി നേരെ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഞങ്ങളും അറിയുന്നില്ല, അവിടെ ചിലപ്പം അവിടുത്തെ വീട്ടുകാർ പോലും അറിയത്തില്ലായിരിക്കും നിങ്ങൾ വന്ന് പാചകം ചെയ്തു പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതി എവിടെ ചെന്നാലും പലരും തിരിച്ചറിയാറുണ്ട്, പലരും സെൽഫി എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം, ഇത് ഇപ്പോൾ ഏകദേശം ഒരു 2-3 വർഷമായല്ലോ നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു മാറ്റം അത്തിനെ എങ്ങനെ സ്വാധീനിച്ചു? ഈ ഒരു മാറ്റം അത് ഭാഗ്യം. അത് ഭാഗ്യം. കാര്യം എന്താ വെച്ചാൽ, ഒരു പക്ഷേ നിങ്ങൾ പലർക്കും എന്നെ അറിയാം. നമ്മുടെ കൈമുതൽ എന്ന് പറയുന്നത് അധ്വാനം, ഈ പാചകമാണ് എൻ്റെ കൈമുതൽ. അത് നിങ്ങൾ അംഗീകരിച്ചോണ്ടാണ് എന്നെ ഇവിടം വരെ എത്താൻ കാര്യം. കാര്യം എന്താ വെച്ചാൽ, ഞാൻ ചെയ്യുന്ന പാചകങ്ങളും ഞാൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ അതിനൊക്കെ ഒരു സത്യസന്ധത ഉണ്ടെന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പലർക്കും അറിയാം. അത് തന്നെയാണ് എൻ്റെ വിജയം. അധികം അറിയാലോ, ഇത്രയും കൊല്ലം പാചകം ചെയ്തു. അപ്പം ഒരുപാട് ഭക്ഷണങ്ങൾ ഒരുപാട് പേർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴി ഒരുപാട് പേര് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേര് അതിൻ്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്.
അപ്പം ഈ ഒരു അവസരത്തിൽ അത്തിക്ക് ഏറ്റവും നന്ദിയുള്ളത് ആരോട്? നന്ദിയുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ജോലിക്ക് വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി തന്ന ആൾക്കാരുണ്ട്. അവരോടാണ് നന്ദി പറയേണ്ടത്. കാര്യം എന്നെ അവിടെ കൊണ്ടുപോയതും ഈ ജോലി ചെയ്യിപ്പിച്ചതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന പല ആൾക്കാരുണ്ട്. അവരോടാണ് നന്ദി പറയേണ്ടത്. അവരുള്ളതുകൊണ്ടാണ് എനിക്കത് പഠിക്കാൻ പറ്റി. ഓക്കെ. ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയായിട്ട് അങ്ങനെ പറയാൻ പറ്റുക. ഒരു ഗ്രൂപ്പാണ്. ഒരു കാര്യം ആ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അവിടെ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലുള്ള ഈ അസുഖങ്ങളുണ്ടായി. അത് ഈ പുക അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അതിനറിയത്തില്ല. അതെ അതെ, ഇത് ഇങ്ങനെ പുക വലിച്ച് കയറ്റിയാൽ ഇങ്ങനെ വലിയ അസുഖം ഉണ്ടാകും. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നതാണ് അന്ന് ഏറ്റവും വലിയ കാര്യം. എന്താണെന്ന് വെച്ചാൽ ഈ നമുക്കന്ന് കൂലിപ്പണിക്കൊക്കെ പോകുമ്പോഴത്തേക്കും അന്നത്തെ അതിനെക്കാട്ടി ഇച്ചിരി കൂടി കാശ് കൂടുതൽ കിട്ടും. പാചകത്തിന് കാറ്ററിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇച്ചിരി കാശ് കൂടുതൽ നമുക്ക് കിട്ടും. പക്ഷെ എല്ലാ ദിവസവും പണി ഉണ്ടാകും. എല്ലാ ദിവസവും ഒന്നും കിട്ടത്തില്ലല്ലോ. അതെ, കല്യാണം വരുമ്പോഴും അല്ലേ. കാരണം ഈ കല്യാണ സീസൺ എന്ന് പറയുമ്പോൾ അത് കരവാസ്തോലി സീസൺ എന്ന് പറയുന്നത് അതൊക്കെ ഒരു സീസൺ ഇതാണ്. അല്ലാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ പുറത്ത് കിട്ടുന്ന പണിക്കൊക്കെ പോകും. അതൊക്കെയാണ് എല്ലാവരും അങ്ങനെ. അടുത്തതായിട്ട് അത്തയോട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, അത്തയുടെ ഫുഡ് വീണ്ടും വീണ്ടും ചെയ്യണം എന്ന ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു ഭക്ഷണം ഏത്? അത് നല്ല ക്വസ്റ്റ്യനാണ്. കാര്യം എന്താ വെച്ചാൽ വീണ്ടും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എന്നോട് പലരും ബിരിയാണിയുടെ ഒരു കാര്യം പറയും. അത് എന്നാന്നറിയാം, അത് ഒന്നിട്ട് കാര്യമുള്ളത് ബിരിയാണി ചെയ്യാന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പല രീതിക്കുള്ള ബിരിയാണി. അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിലുള്ള രീതിക്കുള്ള ബിരിയാണിയുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം ബിരിയാണി നമ്മൾ ചെയ്ത ബിരിയാണിക്ക് ഭയങ്കര അഭിപ്രായം ഒന്നത്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡിന്നറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ബിരിയാണി പറ്റും ഒരു പ്ലേറ്റിൻ്റെ അകത്ത് മസാലയൊക്കെ ഇട്ട് ചോറും ഇട്ട് ഇച്ചിരി അച്ചാറും പപ്പടവും ഒക്കെ ഇട്ട് ഒറ്റ പ്ലേറ്റിൽ തന്നെ കാര്യങ്ങളായിരിക്കും. എവിടെയെങ്കിലും ഇരുന്നും കഴിച്ചിട്ട് പോകും. സമയലാഭമുണ്ട് വരുന്നവർക്കും കഴിക്കുന്നവർക്കും നമുക്കും എല്ലാവർക്കും സമയലാഭമുണ്ട്. അപ്പോൾ ബിരിയാണിയാണ് എല്ലാവരും വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് പറഞ്ഞ് അത്തിനെ സമീപിക്കാറല്ലേ? ബിരിയാണി ബിരിയാണി ഒക്കെ എന്ന് പറഞ്ഞാണല്ലോ. കാര്യം ഞാനത് പറയുമ്പോഴത്തേക്കും പറയും അത് മുഖത്തരമല്ല കേട്ടോ, സത്യമാണ്. കാര്യം എൻ്റെ വീഡിയോക്കകത്ത് കാണാം ഞാൻ ബിരിയാണി വെക്കുന്നതും ആൾക്കാർ കഴിച്ചിട്ടായി പറയുന്നത്. അതെ, ഞാൻ വേണമെങ്കിൽ ഇവിടെ ഐബട്ടനെ ഇട്ടേക്കാം. അത്തി ഒരു അടിപൊളി പാചകക്കാരനാണെന്നുള്ള കാര്യം ഇപ്പം കാണുന്നവർക്കും അറിയാം, ഞങ്ങൾക്ക് പിന്നെ പേഴ്സണലായിട്ട് അറിയാം. അപ്പം വളർന്നു വരുന്ന പാചകക്കാരെ അവരൊരു മികച്ച പാചകക്കാരനാക്കുന്നത് എന്താണ്? എന്ത് ക്വാളിറ്റിയാണ് ഒരാളെ ഒരു മികച്ച പാചകക്കാരനാക്കുന്നത്? ഈ ഫിറാസ് ഇപ്പോൾ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ വേറെ ഒരു കാര്യം എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു. പണ്ട് തിരുവല്ല നേരളം പള്ളിയിലോ അങ്ങാണ്ടായിരുന്നു. ആ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആശാനൊക്കെ ഉണ്ട്. ആശാൻ എന്ന് പറഞ്ഞാൽ പുള്ളി പ്രായമുള്ള ആളും പരിപാടിയെല്ലാം നമ്മളെ ഏൽപ്പിക്കും. കാരണം ഇതിൻ്റെ എല്ലാത്തിനും ഒരു മേൽനോട്ട് ഒരാളുണ്ടല്ലോ, സൂപ്പർവൈസിങ്. നമ്മൾ പണിക്ക് പോകുന്നു, നമുക്ക് ശമ്പളം മേടിച്ചിട്ട് പോകുന്നു. എന്ത് കുറേ പിള്ളേർ സെറ്റ് ഞാനിപ്പോഴും ഓർക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നൊക്കെ മറ്റോ തോന്നുന്നു എല്ലാം നല്ല ചെത്ത് പിള്ളേർ. അപ്പം അവർ വന്ന് പാചകക്കാരൊക്കെ അവർ മയക്കില്ല. കാരണം നമ്മൾ കൈലിയൊക്കെ കൊടുത്ത് ബനിയനും ഒക്കെ ആയിട്ട് തോർത്ത് തലയെ കെട്ടി ആ ഒരു രീതിയാണ്, നാടൻ പാചകം രീതിയാണ്. 10-20 പിള്ളേരുണ്ട്. അവർ വന്ന് ആശാനോട് എന്തോ സംസാരിച്ചു. അപ്പം നമ്മൾ പാചകപ്പരയ്ക്കകത്ത് നിൽക്കുക. സംസാരിച്ചപ്പോഴത്തേക്കും അവിടെ തൊട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ എന്താണ് ചിക്കൻ എന്താ ഇളക്കുക, ഗ്രേവി റെഡിയാക്കുക ഒക്കെ ചെയ്യാം. അവിടെ നിന്നോട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ആ പിള്ളേർ എന്നെ മൈൻഡ് ചെയ്യാത്ത കാര്യം ആളെ കുറുകിയ ഞാനാ. എന്നെക്കാട്ടിന് പൊക്കവും പോണവും തടിയും ഒക്കെ ഉള്ളതാണ് ബാക്കി ടീമിൽ ഏറ്റവും ചെറിയ മനുഷ്യൻ ഞാൻ. എന്നെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴത്തേക്കും ആശാൻ പറഞ്ഞു അവിടെ ഒരാൾ നിൽപ്പുണ്ട്, ആ ചെറിയ മനുഷ്യനെ പോയി കാണാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കി, ഞാൻ കണ്ട് അവരിങ്ങോട്ട് വരുന്നത്. അപ്പം താജപ്പന ഒരു അല്പം അങ്ങോട്ട് മാറിയാണ് ഇവർ ആശാൻ ഇരിക്കുന്നത്. അവിടെ ആകുമ്പോൾ പുകയുണ്ട് മാറിയെങ്കിൽ ആ പിള്ളേർ. പക്ഷേ പുള്ളിക്ക് ഭയങ്കര പ്രായമുള്ള മനുഷ്യനല്ല. അല്ല, അവിടെ ആകുമ്പോൾ പുക കൊള്ളത്തില്ല. ലാസ്റ്റ് എൻ്റെ അടുത്ത് തന്നെ വന്നു പിള്ളേർ വന്ന് ഒരു വെറ്റിലി
ആ അത് ശരിയാ. അതൊരു അനുഭവമാണ്. അത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. വർഷങ്ങളായിക്കോട്ടെ. ഇന്നത്തെ സംഭവം ഇന്നലത്തെ സംഭവമൊന്നുമല്ല. ഒരു വെറ്റിലെ ഒരു നാണയവും അതായത് എൻ്റെ 10-100 രൂപയും വെച്ച് എൻ്റെ കയ്യിലോട്ട് തന്നവർ ദക്ഷിണ. ദക്ഷിണ. അത് ശരി. ജീവിതത്തിൽ ആദ്യമായി അല്ല അവര് മറ്റേ ഇതൊക്കെ പഠിച്ചതല്ലേ, ഹോട്ടൽ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ അല്ലേ? കാര്യങ്ങൾ പറയാ തുടക്കമാടാ. ഒരു ദക്ഷിണ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു കുഞ്ഞു മനുഷ്യന് കിട്ടിയ ഒരു ദക്ഷിണ. ഞാൻ ചെന്നാത്തിനാ മക്കളെ ദക്ഷിണ തന്നെ ഉള്ള ആവശ്യം. ആദ്യമേ കണ്ട നിങ്ങൾ ആശാനെയാണ് കണ്ടത്. ആശാനെ കണ്ടിട്ട് കാര്യം ആശാത്തന്നെ പറഞ്ഞു. പോയടിക്കാത്തടത്ത് നിൽക്കുന്ന മനുഷ്യനാ അവിടെ. പോയടിച്ച് ഇവിടെ പാചകപ്പരക്കകത്ത് നിൽക്കുന്ന ആളെ കണ്ടേ കാര്യം നടക്കത്തുള്ളൂ. അപ്പം ആ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന പിള്ളേരും അതുപോലെ നാട്ടുപുറത്ത് ബിരിയാണി വെക്കുന്ന ആൾക്കാർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യം അവർക്ക് സ്പൂൺ വിട്ടുള്ളൊരു കളിയില്ല. ഓ ശരി. അവരുടെ കണക്കാതാ, അവരുടെ മെതേഡതാ. സ്പൂണിനാണ് അളവ്. 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഇങ്ങനത്തെ. നമ്മൾ ചെയ്യുന്ന ആ രീതി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെപ്പിനകത്ത് ഇങ്ങനെ ചിക്കനും മട്ടനും ഒക്കെ കിടക്കണേ കൈകൊണ്ട് പാല് ഇങ്ങനെ അങ്ങനെ ശരിയാ. അതെ 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 മനസ്സിലായി. അത് കറക്റ്റാ. അതാ ഞാനും പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഉപ്പൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇടുന്ന കാണുമ്പോഴത്തേക്കും, അതായത് നമ്മൾ സ്പൂണിലല്ലേ കണ്ടിട്ടുള്ളൂ, അത് ഇങ്ങനെ കയ്യിലെടുക്കുക ഇങ്ങനെ ഇടുക, അല്ലാതെ ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഇടുക എന്നൊക്കെ. പല പാചകക്കാരും അതായത് നല്ല ഒരുപാട് അറിവുള്ള പാചകക്കാരൊക്കെ ചെയ്ത് അവർക്കൊരു കണക്കെന്ന് പറഞ്ഞ് സ്പൂണിങ്ങനെ അളന്നിടാൻ പറ്റിയത്. അതെ അതെ. കൈക്ക് ഇങ്ങനെ മസാല ആയാലും എന്ത് സാധനം അല്ലാതെ കൈക്കൊരു പാകത്തിനൊരു അളവുണ്ട്. അതിനായിരുന്നു. അപ്പോൾ ഈ പിള്ളേർ പറയും ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൻപുറത്തുള്ള രീതിയിലുള്ള ബിരിയാണി വെക്കണം, അവർക്ക് അവിടെ ചെയ്യാനായിട്ട്. ശരി. അപ്പം ഞാൻ പറഞ്ഞ ഈ രീതി നമ്മൾ ചെയ്യുന്ന രീതിയൊന്നുമല്ല, അവർ ചെയ്യുന്ന വേറെ രീതിയാണ്. അപ്പം അങ്കിളെന്നാണ് എന്നെ വിളിച്ചത് തോന്നുന്നത്. നിങ്ങളെ ഞങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണം നമ്മുടെ ഇവിടുത്തെ രീതിക്കുള്ള ബിരിയാണി. ഞാനെടുത്ത് പണിയാതെടുത്ത് അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ ഹെഡുണ്ട്. പണിയാതെടുത്ത് അവരെ അതിലോട്ട് ചട്ടുകമായിരുന്നു. അതായത് 10,000 പേരുടെ പരിപാടി. അപ്പം അതിനുള്ള ചിക്കനുണ്ട്. 2 ചെമ്പിനകത്ത് ആ ചിക്കനെല്ലാം പീസാക്കി എല്ലാം റെഡി. അന്ന് ചിക്കനൊക്കെ നമ്മൾ തന്നെ വെട്ടി ഒക്കെ എടുക്കുന്നു. കാര്യം അന്നെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ അന്യദേശ തൊഴിലാളികളൊന്നും ഇല്ല. ശരിയാ. അതെ. അപ്പം പ്രസ് ചെയ്ത് കൂടെ എല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഇത് കൊടുത്ത് നമ്മളാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പീസാക്കി എടുക്കുന്നത്. ശരി. അപ്പം ഇങ്ങനെ ഇത് കുത്തി ഇളക്കണം, മസാലയൊക്കെ പിടിച്ച് ചട്ടു എടുത്ത് ഞാൻ ഔദ്യോഗികമായിട്ട് ഒരാളെ ഏൽപ്പിച്ചു ഇളക്കിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇടുന്നൊക്കെ കണ്ട് ഇന്ന ഐറ്റങ്ങളൊക്കെ ഇദ്ദേഹം ഇങ്ങനെ കുത്തി പറിക്കുക. കാരണം അടിയിൽ കിടക്കുന്ന വേളി വരണം. കിലോ കണക്കിന് ചിക്കൻ ഇങ്ങനെ ഇരിക്കുക. അതെ, ചിക്കൻ ഇങ്ങനെ ഇടക്കല്ലേ പീസാക്കി അടിക്കെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ആദ്യം ഇങ്ങനെ നല്ലപോലെ മസാല ഇട്ട് ഇത് ഇളക്കി 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആദ്യത്തെ എൻട്രി ആവണം. അവരെ കൊണ്ട് ഞാനത് ഇളപ്പിച്ചു. നമ്മുടെ പണി കുറഞ്ഞു കിട്ടിയല്ലേ. കാര്യം അത്രയും സാധനം അത് ഇളക്കിയെടുക്കാന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓരോ ചെയ്യുന്ന രീതിക്കൊക്കെ പിള്ളേർക്കെല്ലാം കാണിച്ചു കൊടുത്തു. എല്ലാവരും പഠിച്ചോ? എവിടെ പഠിക്കാൻ? പഠിക്കത്തില്ല. കുറച്ച് നാള് കുറെ അനുഭവങ്ങൾ വേണം, കുറെ പ്രാക്ടീസ് വേണം, എന്നാലും പഠിക്കുന്നു. അല്ല, അപ്പൊ ഞാൻ ഈ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരു പാചകക്കാരനെ ഒരു മികച്ച പാചകക്കാരനാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പണി ഓരോന്നും ഇങ്ങനെ ചെയ്ത് ഒരു നല്ല പാചകക്കാരൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത രീതി ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന ജോലി, അത് ചെയ്യുന്ന പാചകത്തെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ നമ്മുടെ മോഹൻലാൽ സിനിമയ്ക്കകത്ത് കളിക്കുന്നത് ബോയിൻകകത്ത് ചിക്കൻ എടുക്കും, കഴിവത്ത് ചിക്കൻ എടുത്ത് വെച്ചു. ഉടനെ മുകേഷ് എക്സസൈസിന്റെ കൈകൾ ഇങ്ങനെ വെക്കും. ഉടനെ മോഹൻലാൽ ഇപ്പുറത്ത് കോഴിയുടെ കൈകൾ ഇങ്ങനെ വെക്കും. മുകേഷ് എടുത്തിരിക്കുന്ന മറ്റേ കൈകൾ വെക്കുന്ന കാര്യം. അപ്പം ആ ഒരു രീതിയിൽ ഇതിന് അറിവില്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെയൊക്കെ ചെയ്യേണ്ടി വരും. പൊളിഞ്ഞു പോവുകയും ചെയ്യും. അതെ, നല്ല അറിവുള്ളവരൊക്കെ കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മുക്കാം. കഷ്ടപ്പെട്ട് പഠിക്കണം. ഒരു ദിവസം ഇവിടെ ഇങ്ങോട്ട് വന്ന് പുറത്തും തലയിൽ കെട്ടി മുണ്ടുമൊക്കെ പഠിക്കും. കൊച്ചു മുക്ക അങ്ങനത്തെ പഠിക്കത്തൊന്നുമില്ല. ടൈം എടുക്കും അല്ലേ? വർഷങ്ങളായിട്ട് നിൽക്കണം. എക്സ്പീരിയൻസ്, പ്രാക്ടീസ് അല്ലേ? കാര്യം ഭക്ഷണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ നാവിൽ രുചി ഉണ്ടാക്കണം.
രുചി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ആ ഭക്ഷണം നല്ലതെന്ന് പറയാൻ പറ്റൂ. രുചി മാത്രം പോരാ, വൃത്തി ഉണ്ടായിരിക്കണം, കഴിവതും നല്ല ഹെൽത്തി ആയിരിക്കണം, ഇതെല്ലാം അടങ്ങിയിരിക്കണം. ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ആൾക്കാർക്ക് വൃത്തി ഉണ്ടായിരിക്കണം. അതെ, അത് അത്യാവശ്യം. നമ്മൾ നല്ല വൃത്തിയോടുകൂടി തന്നെ ഭക്ഷണം ചെയ്യാവുള്ളൂ, നല്ലതേ ഉണ്ടാക്കി കൊടുക്കാവുള്ളൂ. ഓരോരുത്തരുടെ നാവിലാണ് രുചി. അത്തി ഇപ്പം ഈ എക്സ്പീരിയൻസിനെ കുറിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അത്തിക്ക് ഏത് സമയത്താണ് ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനൊരു പാചകക്കാരനായി എന്ന് തോന്നിയത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ, അതോ ഇപ്പോഴും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ നല്ലൊരു പാചകക്കാരനായി എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഏത് പാചകമാണേലും പഠിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആണോ? അങ്ങനെ ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. പഠിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ പാചകം ചെയ്യുന്നത്. നല്ല ഏറ്റവും മികച്ച കുക്ക് എന്നും പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഏത് പാചകമാണേലും ഇപ്പം നമ്മൾ 1950 ചെയ്ത ഒരു പാചകം അതിപ്പം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ മൈൻഡ് മാറി. മനസ്സിലായി? ഒരു പക്ഷേ അന്ന് ചില സാധനങ്ങൾ ചിലപ്പോൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ പാചകം ചെയ്യുമ്പോൾ പഠിച്ചോട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. പിന്നെ അത്തിയോട് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്തി ഒരു ഭക്ഷണം അങ്ങോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങോട്ട് വെച്ച ഉടനെ ഒറ്റയടിക്കാതെ അങ്ങ് കാലിയാവും. പെട്ടെന്ന് ആൾക്കാരത് കഴിക്കും. അങ്ങനെ ഒരു ഫുഡ് ഏതാണ്? അല്ല, അങ്ങനെ പെട്ടെന്ന് തീരുന്നവരായിട്ട് അല്ലേ, അത് അങ്ങോട്ട് കൊണ്ടങ്ങോട്ട് വെക്കുക, തീർന്നു, സാധനം തീർന്നു. നല്ല രസമുള്ള ഒരു കാര്യം പറയട്ടെ. പോരട്ടെ. നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലൊക്കെ ഫംഗ്ഷൻ വെക്കും, കല്യാണ ഫംഗ്ഷൻ വെക്കുമ്പോഴത്തേക്ക് ഇപ്പം സപ്ലൈക്കാർ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഓരോ യൂണിഫോം ഒക്കെ ഇട്ട് ചെത്ത് പിള്ളേർ വരും. എല്ലാം ബൗളിനകത്ത് തന്നെ വെക്കും. മീൻകറി വെക്കും, ബീഫ് വെക്കും, ചിക്കൻ ഫ്രൈ വെക്കും. ഒരാളൊക്കെ ചിക്കൻ ഫ്രൈ വെക്കും. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പച്ചരി കിച്ചരി അങ്ങനെയൊക്കെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ബൗളിനകത്ത് വെക്കും. സ്പൂണും ഒക്കെ ഇട്ട് ഇൻഡാക്റ്റ് ഒക്കെ ഇട്ട് ഒട്ടിച്ച് വെക്കും. ഈ ആൾക്കാരെല്ലാം ഉണ്ടല്ലോ ഓഡിറ്റോറിയത്തിന് വെളിയിൽ വന്ന് നിന്ന് ഇത് തുറന്നെങ്കിൽ അകത്ത് കയറാൻ പറ്റും. പല ഓഡിറ്റോറിയത്തിലും അഴി എന്ന് പറഞ്ഞാൽ അഴിയൊക്കെ ഉള്ള ഷട്ടറാണ്. അപ്പൊ ഇങ്ങനെ എത്തി 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 ഇങ്ങനെ നോക്കും. വിഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ? ടേബിളിലോട്ടൊക്കെ ആയിട്ട് നോക്കുന്നത് എന്നൊക്കെ ഏറ്റവും ഉണ്ട്. മറ്റൊന്നും ഇന്ന് ഈ ചില ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഫങ്ഷൻ ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കുക 1, 2 ഇങ്ങനെ ആ സമയം മനുഷ്യൻ പേശന്റെ പാരവാശം എടുത്തിരിക്കുക. ഇതൊന്ന് തുറന്നിട്ട് വേണം ഫൈറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഏകദേശം ചടങ്ങുകളൊക്കെ ഒതുങ്ങി കഴിയുമ്പോഴത്തേക്ക് ക്യാപ്റ്റൻ വരും. ഈ ഷട്ടർ അങ്ങോട്ട് പോകുകയും ഒറ്റ മേശയൊക്കെ ഇടിച്ച് തകർത്ത് ഈ പറഞ്ഞിട്ട് ഏത് ഫുഡാണ് ഏറ്റവും നല്ലത് പെട്ടെന്ന് തീരുന്നതാണ്. അതിന്റെ വഴിയൊക്കെയാണ് ഞാനിങ്ങനെ പറയുന്നത്. ഈ ആൾക്കാരെല്ലാം കൂടി വീഴ്ചിങ്ങോട്ട് വരിക. ഏത് ഭക്ഷണം നല്ലതൊന്നും നോക്കത്തൊന്നുമില്ല. ഏതിനോടാ മീന്, ബീഫ്, കട്ട്ലറ്റ് എല്ലാം പിടിക്കും. വന്ന പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പരക്കാൻ കിട്ടും. ചോറ് ഉടമ്പുന്നതിനും കറി തീരും. പാവപ്പെട്ട പിള്ളേർ ചോറ് കൊണ്ട് വരുമ്പോ കറിയൊന്നുമില്ല. അങ്ങനെ പലയിടത്തും ഈ ഒരു അങ്ങനെ ഇഷ്ടത്തെ കാര്യം നോക്കണ്ടേ. ഏത് കിട്ടിയാലും വിശന്ന് ഇരിക്കുകയാണെങ്കിൽ ഏതായാലും കഴിക്കും. പക്ഷെ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ മക്കൾ രണ്ടുപേരും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഏറ്റവും കൂടുതൽ അത്തി ഉണ്ടാക്കുന്നതിനകത്ത് ഇഷ്ടം ഈ ചിക്കൻ ഫ്രൈ, പിന്നെ അതുപോലെ ബീഫ് ഫ്രൈ, പിന്നെ ബിരിയാണി ഇഷ്ടമാണ്. ഇത് രണ്ടും പെട്ടെന്ന് കൊണ്ടുവച്ചാണ്. നിങ്ങളെ വിശേഷമൊന്നും പറയണ്ടേ. നമ്മളിത്തിരി ചിക്കനൊക്കെ മേടിച്ച് വറുത്ത് കഴിക്കേണ്ടതുണ്ട്. അങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് കോരി ഇടുന്ന സമയം കൊണ്ട് ഫിനിഷ് ഞങ്ങൾ പറ്റുന്ന രീതിയിൽ എല്ലാം ക്ലിയർ ചെയ്യും. എവിടെ പോയത് ഒരു പിടിയും കിട്ടത്തില്ല. അവരോട് അറിയത്തില്ല. അത് അത്ര നല്ല ടേസ്റ്റാ ചിക്കൻ ഫ്രൈ ഒക്കെ. അത്ര പെട്ടെന്നല്ലാതെ ബീഫ് ഫ്രൈ ഒക്കെ എനിക്ക് തോന്നുന്നു അത്തിയാണെന്ന് തോന്നുന്നു കേരളത്തിൽ ബീഫ് ഫ്രൈക്കകത്ത് കായപ്പൊടി ആദ്യമായിട്ട് ഇടുന്ന ആണെന്ന് തോന്നുന്നു. അല്ലേ? അതിന് ഭയങ്കര കുറെ കമന്റ് ആയിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അന്ന് ഞങ്ങളെ പണി ചെയ്തോണ്ടിരുന്ന ആ സമയത്ത് ഞങ്ങളെ അച്ഛന്മാരെല്ലാവരും ഇതുപോലെ ചിക്കനാണ് ഇച്ചിരി കായപ്പൊടിയൊക്കെ ഇടും. അത് കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ നല്ല ടേസ്റ്റാണ്. അതിന് ഒരുപാട് കമന്റുകൾ എനിക്ക് തെളിയിക്കുക പലരും പറയും. അന്ന് പ്രശ്നമില്ല, ഓരോരുത്തരും അതി നമ്മളിപ്പോൾ ഇത്രയും ചിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാലും എനിക്ക് ഒരു കാര്യം കൂടെ അറിയാനായിട്ടുണ്ട്. അതായത് നമ്മൾ അറിയാത്ത, അതായത് ഞങ്ങളറിയാത്ത അല്ലെങ്കിൽ ഓഡിയൻസ് അറിയാത്ത എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള അനുഭവം ഈ ഫുഡ് ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ വല്ലതും നടന്നിട്ടുണ്ടോ? അത്തരം ലൈഫ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ
ചിലപ്പം ഇപ്പോൾ ഒരു 500 പേരെല്ലാവരും 1000 പേരുടെ ഒരു ഫങ്ഷൻ ഓർഡർ ചെയ്തു. ചിലപ്പം അത്രയും പേർക്ക് പറഞ്ഞിട്ടുള്ള ഒരു 10-100 പേർക്ക് കൂടെ കൊടുക്കും. ചിലപ്പോൾ ആൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതായത് കസ്റ്റമർ എത്ര പേർക്ക് പറയുന്നു അത്ര ഉണ്ടാക്കും, പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോഴത്തേക്കിനും അവിടെ പ്രശ്നം ഉണ്ടാവും അല്ലേ? കാരണം ആ ഒരു ഫുഡ് പിന്നെ വേറെ ചെന്ന് മേടിക്കാനും കിട്ടത്തില്ല. അങ്ങനെ വരും. കാര്യം 5-10 പേർക്കൊക്കെയാണ് നമുക്ക് എങ്ങനെയായാലും അഡ്ജസ്റ്റ് ചെയ്യാം. 10-200 പേർക്കൊക്കെ സാധനം കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. കൂടുതൽ ആളുകൾ വന്നാൽ അല്ലേ? കൂടുതൽ ആളുകൾ വന്നാൽ അത് പക്ഷേ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങൾ ഈ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും സംഭവിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലത്ത് അങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് സംഭവിക്കും. അതൊന്ന് ഷെയർ ചെയ്യാമോ? എന്താണ് അപ്പം അവരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എടുക്കാനില്ല. പണ്ട് ഇവിടെ സ്ഥലമൊന്നും ഞാൻ ഓർക്കുന്നില്ല. കുറേ വർഷമായല്ലേ? പണ്ട് ഇതുപോലെ നമ്മൾ ഈ ഫുഡ് റെഡിയാക്കി എല്ലാം റെഡിയാക്കി. അപ്പം അല്പസമയം ഇതുണ്ട്, എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, റെഡിയായി എല്ലാവരും എടുത്തു. അപ്പോൾ ഞങ്ങളെല്ലാം എണീക്കും. ആ സമയത്ത് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഒരാൾ തലകർക്ക് താഴെ വീണിട്ട് അതിന് പോകാൻ പറ്റുമോ, ഇവനെ രക്ഷിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ജ്വരം ബാധിച്ച ഇങ്ങനെ വെക്കത്തില്ല. അന്നത്തെ ആ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇരുമ്പ് താക്കോലൊക്കെയാണ് കൊടുക്കുന്നത്. അതൊക്കെയാണ് അന്നത്തെ അറിവ്. ഇപ്പം അതൊക്കെ പോയിട്ട് അങ്ങനെ കൊടുക്കല്ലെന്നൊക്കെ ഇല്ലേ പറയുന്നത്. അതിൽ പിടിച്ച് അപ്പോൾ അവൻ്റെ പെട്ടെന്ന് തന്നെ ഒരു വൈകാരിക ഒന്നും ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ല. ആരുമില്ല. കാരണം ഇത് കഴിഞ്ഞത് പോകാൻ പറ്റും. ഇതിട്ടിട്ട് പോകാൻ പറ്റും. ലാസ്റ്റ് പെട്ടെന്ന് തന്നെ വിളമ്പ് റെഡിയാക്കിയിട്ട് അവർ പെട്ടെന്ന് തന്നെ പിന്നെ ആശുപത്രിയിലാണ്. ഒരു സ്ഥലത്ത് ഇതുപോലെ പണിക്ക് ഞങ്ങൾ വേറെ ഒരു വർക്ക് കഴിച്ചല്ല, ക്ഷീണിതനായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ചിക്കൻ വെട്ടുന്ന ജോലി എനിക്കാൻ ഇങ്ങനെ കണക്ക് കൊണ്ടാൻ കട്ടത്തടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് ചിക്കൻ വെട്ടാനായിട്ട് വരിക. ഞാനങ്ങ് മറിഞ്ഞങ്ങ് മറിഞ്ഞ് വീണ് വീഴുന്നത് ഇവിടെ ഈ ചിക്കൻ ഇട്ടിരിക്കുന്ന ചെമ്പിൻ്റെ ആ സൈഡിൽ ചെന്ന് കൈ അടിച്ചു. നല്ല ശക്തിയായിട്ടാണ് മടിച്ച്. ഈ കൈയാന്ന് തോന്നുന്നു. കൈ പൊട്ടലുണ്ടായി. നിമിഷം നേരം കൊണ്ട് കൈക്ക് നീര് വെച്ചു. കാര്യം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നീര് വെച്ച് നല്ല വേദനയുണ്ട്. അപ്പോൾ സമയം ഏകദേശം രാത്രി 11-12 മണിയോളമായി. പിന്നെ അടുത്ത ഗവൺമെൻറ് ആശുപത്രി ഡോക്ടർ പറഞ്ഞു ഇത് കൈക്ക് അസ്ഥിക്ക് പൊട്ടലുണ്ട്, പണി മൊത്തം ബ്ലോക്കായി. അത്യായിരുന്നു മെയിനായിട്ട് ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റും. ഞാൻ പിന്നെ വീട്ടിൽ വന്നു. കൈക്ക് പൊട്ടലുണ്ട്. പിറ്റേന്ന് ആശുപത്രി ചെന്ന് ഗവൺമെൻറ് ആശുപത്രി ചെന്ന് ക്ലാസ്സൊക്കെ ഇട്ടു. ഇങ്ങനെ കെട്ടി. പിന്നെ ഫുഡ് ആര് ചെയ്തത്? പകരത്തിന് വേറെ ആളെ വിളിച്ചു. അവനെ കുമളിയിലെ കണ്ട് നിൽക്കുക. അവനെ പിടിപ്പിച്ചു. ഓക്കെ വർക്ക് ചെയ്തു. ഞാൻ 3 മാസത്തോളം കൈക്ക് ബാൻഡേഡ് ഇട്ട് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ടായ പിന്നെ പല സ്ഥലത്തുനിന്നും പൊള്ളലേറ്റിട്ടുണ്ട്. പണിയുടെ ഒരു കൂടപ്പുറപ്പ് പോലെ കൈക്കും കാലിലും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ചെമ്പൊക്കെ പിടിച്ച് പൊക്കിയെടുത്ത് നമുക്ക് കാലുകളിലോട്ടൊക്കെ മിക്ക പാചകക്കാരും രോഗിക്കോളം ഈ ചെമ്പ് പിടിച്ച് ഇറക്കി വെക്കുന്ന ഈ കാലിലെ തള്ളവരുടെ നഖമില്ല, കാണത്തില്ല. കാര്യം അറിഞ്ഞോ അറിയാതോ ഇതിലൊക്കെ തൊടും. അങ്ങനെ ഈ കാലിൻ്റെ നഖത്തിനെല്ലാം പ്രശ്നം. അങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലാം കൊള്ളും. വിറകടുപ്പല്ലേ? അപ്പോൾ സവളയൊക്കെ അരിഞ്ഞ് നമ്മുടെ വിറൻ്റെ ഈ തുമ്പശമൊക്കെ ചെത്തിപ്പോവും. എന്നെപ്പോലെ തന്നെ ഈ ബിരിയാണി പണിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. അത്രയേറെ ഉറക്കളിച്ചൊക്കെ നിന്നും വേണം. കാരണം നമ്മൾ തലേന്ന് ഒരു സമയത്ത് പണിക്ക് കയറിയ പിറ്റേന്ന് അവിടെ നിന്ന് ഇറങ്ങുന്നത് പാതിരാത്രിയാണ്. കാര്യം ഈ ഫുഡെല്ലാം ഉണ്ടാക്കി പിന്നെ തിരിച്ച് ഈ മാത്രമല്ല കഴുകണ്ടേ, ഇതെല്ലാം തിരിച്ച് കഴുകി ഇതെടുത്തെടുത്ത് തന്നെ കൊണ്ട് കൊടുത്തിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും പിന്നെ ആ ശരീരം ഒന്നിനും കൊള്ളത്തില്ലെന്നുള്ള. കാരണം അത്രയേറെ ടയേർഡായിട്ട് ക്ഷീണിതനായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പം ഈ പണിയെന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരാഴ്ച അടുപ്പിച്ചൊക്കെ പണിതിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് ഈ ആകെപ്പാട് പ്രാകൃതം കെട്ടാണ് വീട്ടിൽ വരുന്നത്. കാര്യം കണ്ണെല്ലാം അങ്ങ് താന്ന് കവറൊക്കെ ഒട്ടി. കാര്യം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാര്യം നമ്മളിതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു വിശപ്പൊന്നുമില്ല. അതാണ്. വെള്ളം ഇഷ്ടംപോലെ കുടിക്കും എന്നല്ലാതെ ഭക്ഷണം കഴിക്കത്തില്ല. അപ്പം തീർച്ചയായിട്ടും നല്ല ക്ഷീണിതനായിട്ടാണ്
ഈ പണിക്ക് പോകുന്ന ആൾക്കാർ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നിരുന്ന് കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും? പഴങ്കഞ്ഞി, ചിലപ്പോൾ പച്ചമുളകും ഒക്കെ പൊട്ടിച്ചാണ് കഴിക്കുന്നത്. കാര്യം ആ വെള്ളം ചെല്ലുമ്പോഴത്തേക്കും വയറ്റിന് സുഖം കിട്ടും. ഇപ്പൊ നമ്മൾ മോശപ്പെട്ട അനുഭവങ്ങളും അപകടങ്ങളും എല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി രസകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്തിക്ക് മറക്കാനാവാത്ത ഒരു സംഭവം അതെന്തായിരിക്കും? അപ്പൊ രസകരമായുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാ അതിന്റെ പറഞ്ഞു? ഒരുപാട് പേർക്ക് നേരെ നാറ്റോണ്ടി വന്നു ചാടും. തണുക്കട്ട ഇന്നിട്ട് പൂത്ത് വെള്ളത്തിൽ കിടക്കുന്ന മൂലം കിടക്കും ശരീരം തണുക്കാനായിട്ട്. കാര്യം ദേഹം മൊത്തം ചൂടായിട്ട്. പിന്നെ ഞങ്ങൾ ഓർക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതും തങ്ങി നിൽക്കുന്ന രസകരമാണ്. ഈ പല ഓഡിറ്റോറിയത്തിലും അന്നൊന്നും ജനറേറ്ററില്ല. ഞങ്ങൾ പോയിടത്ത് ജനറേറ്ററില്ല. കറണ്ട് പോയി പണിയെല്ലാം ഇങ്ങനെ ബ്ലോക്ക് കിടക്കുക. മെഴുകുതിരി മേടിച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴാതൊരു വിളിയില്ല. ഇങ്ങനെ ഈ കണ്ണി കാണാൻ മൊബൈലൊന്നും ഇല്ലല്ലോ, കത്തിച്ച് നോക്കണം. ഇങ്ങനെ തപ്പി തപ്പി അവിടെ എവിടെയൊക്കെ പോകും. മെഴുകുതിരി കിട്ടിയില്ല. എന്നാ എടുക്കും? വെട്ടമില്ലാതെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ചാവക്കോട്ടെ ശ്മശാനം. ശ്മശാനം കുറച്ചു നേരമായിട്ട് കറണ്ട് വരുന്നില്ല. അപ്പം വെട്ടം എവിടെ എത്ര കൂറിയിട്ടാലും ശരി എവിടെയെങ്കിലും ഒരു വെട്ടം ഉണ്ടെങ്കിൽ നമ്മുടെ നോട്ടാവുണ്ട്. അതെ. അപ്പം ഞങ്ങൾ ചാവക്കോട്ടയ്ക്കകത്തൊരു മെഴുകുതിരി ഇങ്ങനെ കത്തി ഇങ്ങനെ നടന്നു വരുന്നു. ഇതൊക്കെ വന്നു. നമ്മളെ കൂട്ടത്തിലുള്ള ഒരു ടീം മെഴുകുതിരി തപ്പി പോയതാ ചാവക്കോട്ടയ്ക്കാണ്. ഈ മെഴുകുതിരി പാവപ്പെട്ട ആരോ മരിച്ചതിന്റെ കലറയുടെ വീട്ടിലൊക്കെ മെഴുകുതിരി കാണുന്നു. അതാ കത്തിച്ചോണ്ട് വരുന്നത്. അങ്ങനെ സത്യത്തിൽ അത് പേടിയുണ്ടായിരുന്നു. അത് തമാശയുമായിരുന്നു. അതെ, അതായത് കൂരാക്കൂരിട്ട് ശ്മശാനം ഒരു മെഴുകുതിരി ഇങ്ങനെ പൊങ്ങി വരുന്നു. അല്ല, എന്നിട്ടേ നിങ്ങളെല്ലാരും പേടിച്ചോ? ഒന്ന് പേടിച്ചു. സ്വാഭാവികം. ഒന്നും വെട്ടമില്ല. അതാണ് വെട്ടമില്ലാത്തതുകൊണ്ട് വെട്ടം കണ്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ നടക്കുക വെട്ടം. ഇപ്പൊ കുറെ സമയമായി മാന എന്നായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നില്ല. അപ്പോൾ 30 വർഷത്തെ അത്തയുടെ ഈ ഒരു കുക്കിംഗ് കരിയറിൽ നിങ്ങൾക്ക് അറിയാത്തതും അറിയുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചു. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടും അതുപോലെ 30 വർഷത്തെ കുക്കിംഗ് കരിയർ ഇവിടെ എത്തിയത് കൊണ്ടും ഞങ്ങളൊരു കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ പ്ലം കേക്ക് തന്നെയാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കൊരു കേക്ക് മുറിക്കലും കൂടെ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്തിക്ക് ഒരു അവാർഡും കൂടെ കിട്ടിയ ഒരു വലിയ മൊമെന്റ് ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. രസമുള്ള കാര്യങ്ങളും കുറെ മുൻപ് പാടുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. കാര്യം ഒരുപാട് പേരുടെ ഒരു അധ്വാന ഫലം കൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ വരെ എത്താൻ കാരണം. അപ്പോൾ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് നമുക്കിന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഞാൻ വേറെ നമ്മളിവിടെ താമസിച്ചിട്ട് വന്നിട്ട് ആദ്യത്തെ ക്രിസ്മസ്. അതെ. അപ്പം എല്ലാം കൊണ്ടും സന്തോഷം. പിന്നെ എൻ്റെ മകൻ പറഞ്ഞില്ല, സാധാരണ മാതാപിതാക്കളാണ് മക്കളെ വളർത്തുന്നത്. തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. മക്കള് ഞങ്ങളെ വളർത്തും. അത്തെ സ്വപ്നത്തിലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാവില്ല? ഒരിക്കലും അങ്ങനൊരു മനസ്സിൽ തോന്നിയിട്ടുമില്ല. ഇപ്പം ഇത്രയും ചാനലും വളർന്നതും അതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീയും മോളും കൂടെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്നാ കേക്ക് മുറിക്കൽ പരിപാടിയിലേക്ക് കടക്കാത്തി. പിന്നെ നമ്മുടെ ആള് കേക്കും കൊണ്ട് ഇപ്പൊ വരും. വാ കേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഒരാളെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് കേക്ക് മുറിച്ചില്ല. പിന്നെ എന്ത് ക്രിസ്മസ്? അതെ, നല്ലൊരു പ്ലം കേക്ക്. എല്ലാവർക്കും ഒരു ക്രിസ്മസ് നേർന്നുകൊണ്ട് അത്തിയുടെ 30 വർഷത്തെ ഈ കുക്കിംഗ് കരിയർ അല്ലെങ്കിൽ കുക്കിംഗ് ജീവിതം നമ്മളിവിടെ അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ്. ഉമ്മച്ചി വാ. അതെ അതെ. അപ്പൊ എല്ലാവർക്കും മെരി ക്രിസ്മസ്. അത്തി അടിപൊളിയായിട്ട് വാ. കൊല്ലം പറയാണോ? എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമായിട്ടോ. പുതിയ വീട്ടിൽ നിന്നോട്ട് നമ്മളൊരു കേക്കും മുറിച്ച് ക്രിസ്മസ് ആദ്യമായിട്ട് നമ്മുടെ പുതിയ വീട്ടിലെത്തി ആഘോഷിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അപ്പൊ എന്നാ കേക്ക് മുറിച്ചു? കേക്ക് മുറിച്ചാലോ? മുറിക്കാൻ മുറിക്കേ. അതാ കുഞ്ഞാരാ? അത്തി അത്തി.
പൊട്ട് കഴിച്ചിട്ട് അല്ലേ എന്നാ, അപ്പോൾ കൺഗ്രാജുലേഷൻസ് എൻ്റെ മോനും. കൺഗ്രാജുലേഷൻസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ അവാർഡ് കിട്ടിയത് മക്കളെന്ന നിലയിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. വളരെ അഭിമാനത്തോടു കൂടി ഈ ഒരു നിമിഷത്തെ കാണുന്നു. വീഡിയോ എടുക്കുന്നത് പെങ്ങളാണ്. നിനക്കെന്ത് തോന്നുന്നു? എന്നാ, എന്നാ മോളെ? ഹാപ്പി. എന്നാ മോളെ? ആ മതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ സന്തോഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ അല്ലേ എത്തി? അതെ, എല്ലാവരും കേക്കൊക്കെ മുറിച്ച് സന്തോഷം കുടുംബമായിട്ടിരുന്ന് ഏത് ഫംഗ്ഷനായാലും കുടുംബമായിട്ടിരുന്ന് എല്ലാവരും കൂടെ സന്തോഷത്തോടെ പങ്കെടുക്കുമ്പോഴത്തേക്കാണത് നല്ല സന്തോഷം കിട്ടും അല്ലേ? എല്ലാവരും കേക്കൊക്കെ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ. ബൈ.